സ്വരാജിന്റെ പ്രസംഗങ്ങൾ, സംവാദങ്ങൾ, ടെലിവിഷൻ ചർച്ചകൾ ഏതുമാകട്ടെ, വസ്തുനിഷ്ഠമായ ഡാറ്റയുടെ ഒരു അക്ഷയ ഖനിയായിരിക്കും അത്. അധികം ആർക്കും അറിയാത്ത ഒട്ടനവധി അറിവുകൾ സ്വരാജിൽ നിന്ന് നമുക്ക് പകർന്നു കിട്ടും. ഇന്നത്തെ തലമുറയ്ക്ക് അറിയാത്ത വിവരങ്ങൾ സ്വരാജിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുമുണ്ട്. അതുകൊണ്ടാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായ അന്നു മുതൽ എതിരാളികൾ കൊണ്ടുവരുന്ന ആരോപണങ്ങളും വിമർശനങ്ങളും കുമിളകൾ പോലെ പൊട്ടിത്തകരുന്നത്. ആഴത്തിലും പരത്തിയുമുള്ള വായനയാണ് സ്വരാജിന്റെ സവിശേഷത. ലോകത്തിലെ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ സംഭവ വികാസങ്ങളെപ്പറ്റി അഗാധമായ അറിവുള്ള വ്യക്തി കൂടിയാണ് സ്വരാജ്. അദ്ദേഹത്തിന്റെ പരന്ന വായനയും നിരീക്ഷണ പാഠവും ഒക്കെ മാതൃകയാക്കാവുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് സ്വരാജ് എന്താ ഗൂഗിൾ ആണോ എന്ന് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. അതിന് ചില ഉദാഹരണങ്ങളുമുണ്ട്. ഈ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അതിനുള്ള നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം സ്വരാജ് മാധ്യമങ്ങളോടായി മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ സമരം ചെയ്ത പാർട്ടി ഏതാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചപ്പോഴാണ് കോൺഗ്രസ് ആണ് എന്ന് പലരും മനസ്സിലാക്കുന്നത്. മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ നിരാഹാരമിരുന്ന കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് ആണെന്നും മലപ്പുറം കുട്ടി പാകിസ്ഥാൻ ആകുമെന്നുമുള്ള വിദ്വേഷ പരാമർശം അദ്ദേഹം അന്ന് നടത്തിയിരുന്നെന്നും പുതുതലമുറയിലുള്ളവരടക്കം പലരും മനസ്സിലാക്കുന്നത് സ്വരാജ് പത്രക്കാരോട് ഇത് പറഞ്ഞപ്പോഴാണ്. ചാനൽ ചർച്ചയിൽ സഹ അംഗം സ്വരാജിനോട് കംബോഡിയയിലെ പോൾ പോട്ടിനെ പറ്റി ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുന്ന വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ചോദിച്ചത് മാത്രമേ അദ്ദേഹത്തിന് ഓർമ്മയുള്ളൂ. പോൾ പോട്ടിനെ പറ്റിയുള്ള മുഴുവൻ ജീവചരിത്രം സ്വരാജ് പറയാൻ തുടങ്ങി. തന്റെ ഭ്രാന്ത നടപടികളുമായി മുന്നോട്ട് പോയ പോൾ പോട്ടിനെ കംബോഡിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തള്ളിപ്പറഞ്ഞതാണെന്നും അമേരിക്കയാണ് പോൾ പോട്ടിനെ അംഗീകരിച്ചതെന്നും പറഞ്ഞു തുടങ്ങി ചരിത്രം മുഴുവൻ സ്വരാജ് വ്യക്തവും കൃത്യവുമായി അറിയിച്ചു. ഈ വിശാലമായ ജ്ഞാനം തന്നെയാണ് എതിർചേരിയുള്ള രാഷ്ട്രീയ പ്രവർത്തകരും വലതുപക്ഷ മാധ്യമങ്ങളും സ്വരാജിന്റെ മുന്നിലെത്തുമ്പോൾ ഒന്ന് വിയർക്കാൻ കാരണമാകുന്നത്.